ഹരീഷ്ണ പ്രഭു. ഓക്കെ. ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 13 ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗമനം. ഹരികൃഷ്ണ. ശ്ലോകം 40. രാത്രി ദിവസേ കൃഷ്ണ വിരഹ സ്ഫൂരണ ഉന്മാദേരചേഷ്ട കരേ പ്രലാപവചന. വിവർത്തനം ചെയ്ത പ്രഭുവാദിക്ക് മഹാപ്രഭുവിന് രാവും പകലും ഒരേപോലെ കൃഷ്ണനിൽ നിന്നുള്ള വിരഹം അനുഭവപ്പെട്ടു. വിരഹലക്ഷണങ്ങളാൽ അവിടുന്ന് ഒരു ഉന്മത്തനെ പോലെ ചേഷ്ടകൾ പ്രകടിപ്പിക്കുകയും പലതും ജൽപ്പിക്കുകയും ചെയ്തു. ശ്ലോകം 41. ശ്രീരാധാര പ്രലാപ യൈച്ഛേ ഉദ്ധവ ദർശനേ സേമദ ഉന്മാദ പ്രലാപ കരേ രാത്രി ദിനേ. വിവർത്തനം ചെയ്ത പ്രഭാതിക്ക് ശ്രീമതി രാധാറാണി ഉദ്ധവരെ കണ്ടുമുട്ടിയപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതുപോലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവും രാധാഭാവത്തിൽ രാവും പകലും അത്തരം ഭാഷണങ്ങൾ ആസ്വദിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭാതിക്ക് വൃന്ദാവനത്തിൽ വെച്ച് ഉദ്ധവരെ കണ്ടുമുട്ടിയതിനു ശേഷമുള്ള ശ്രീമതി രാധാറാണിയുടെ ആത്മാഭാഷണം നാം ഇവിടെ ഒന്ന് മറിച്ചു നോക്കേണ്ടതുണ്ട്. ആത്മനിർവൃതി പൂണ്ട് നടത്തുന്ന ആ സാങ്കല്പിക ഭാഷണം പോലുള്ള ഒന്നാണ് മഹാപ്രഭു അത് അവതരിപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണൻ അവഗണിച്ചപ്പോൾ അസൂയയും വിഭ്രാന്തിയും പൂണ്ട രാധാറാണി ഒരു വണ്ടിനെ വിമർശിച്ചുകൊണ്ട് ഉന്മാദിനിയെ പോലെ പുലമ്പുകയുണ്ടായി. തന്റെ അന്ത്യലീലകളുടെ വേളയിൽ അത്തരം ഹർഷോന്മാദത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും മഹാപ്രഭു പ്രദർശിപ്പിച്ചിരുന്നു. ഇവിടെ നാം ആദിലീലയുടെ 4-ാം അധ്യായത്തിലെ 10700 108 എന്നീ ശ്ലോകങ്ങളൊന്ന് പരിശോധിക്കണം. ഹരേ കൃഷ്ണ. ശ്ലോകം 42. വിദ്യാപതി ജയദേവ ചാണ്ഡിദാസേര ഗീത ആസ്വാദേന നരാമാനന്ദ സ്വരൂപ സഹിത. വിവർത്തനം ചെയ്ത പ്രഭാതിക്ക് ജയ്. മഹാപ്രഭു തന്റെ വിശ്വസ്ത പാർഷദന്മാരായ രാമാനന്ദരായയോടും സ്വരൂപ ദാമോദരനോടുമൊപ്പം വിദ്യാപതിയുടെയും ജയദേവന്റെയും ചാണ്ഡിദാസന്റെയും ഗ്രന്ഥങ്ങൾ വായിച്ച് അവയിലെ ഗീതങ്ങൾ ആസ്വദിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭാതിക്ക് ജയ്. രാധാകൃഷ്ണ ലീലകളെ കുറിച്ച് ഗീതങ്ങൾ ചിട്ടപ്പെടുത്തുന്ന ഒരു പ്രശസ്ത കവിയായിരുന്നു വിദ്യാപതി. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം മിഥിലയിലാണ് വസിച്ചിരുന്നത്. ശകവർഷം 14-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിന് ഏറെക്കുറെ 100 വർഷം മുമ്പ് ശിവസിംഹ രാജാവിന്റെയും റാണി ലജിമാദേവിയുടെയും ഭരണകാലത്താണ് അദ്ദേഹത്തിന്റെ ഗീതങ്ങൾ രചിക്കപ്പെട്ടതെന്ന് കണക്കാക്കപ്പെടുന്നു. വിദ്യാപതിയുടെ പിൻഗാമികളുടെ 12-ാം തലമുറ ഇപ്പോഴും ജീവിക്കുന്നു. കൃഷ്ണ ഭഗവാന്റെ ലീലകളെ കുറിച്ചുള്ള വിദ്യാപതിയുടെ ഗീതങ്ങൾ കൃഷ്ണനിൽ നിന്നുള്ള വേർപാടിന്റെ ഉത്കടമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നവയാണ്. മഹാപ്രഭു ആ ഗീതങ്ങളെല്ലാം അവിടുത്തേതായ കൃഷ്ണവിരഹത്തിന്റെ ഹർഷോന്മാദ വികാരങ്ങളിൽ ആസ്വദിച്ചു. ജയദേവൻ ബംഗാളിലെ ലക്ഷ്മണസേന മഹാരാജാവിന്റെ ഭരണകാലത്ത് ശകവർഷം 11-ാമത്തെയോ 12-ാമത്തെയോ നൂറ്റാണ്ടിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ഭോജദേവനും മാതാവ് വാമദേവിയുമായിരുന്നു. അദ്ദേഹം അന്ന് ബംഗാളിന്റെ തലസ്ഥാനമായിരുന്ന നവദ്വീപിൽ അനേക വർഷം ജീവിച്ചു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ബിർഭൂം ജില്ലയിലെ കേന്ദുവിൽവ ഗ്രാമത്തിലാണ്. ചില പ്രാമാണികർ അദ്ദേഹം ഒറീസയിലാണ് ജനിച്ചതെന്ന് പറയുന്നു. ദക്ഷിണ ഭാരതത്തിലാണ് ജനിച്ചതെന്ന് വേറെ ചിലർ. ജഗന്നാഥപുരിയിലായിരുന്നു അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ ചെലവഴിച്ചത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളിൽ ഒന്ന് കൃഷ്ണനിൽ നിന്നുള്ള വേർപാടിന്റെ ദിവ്യമായ വികാരങ്ങൾ നിറഞ്ഞ ഗീതാഗോവിന്ദമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഗോപികമാർക്ക് രാസനൃത്തത്തിനു മുമ്പ് കൃഷ്ണനിൽ നിന്നുള്ള വിരഹതാപം അനുഭവപ്പെട്ടു. അത്തരം വികാരങ്ങൾ പ്രകടമാക്കുന്ന ഗീതാഗോവിന്ദത്തിന് അനേകം വൈഷ്ണവർ അനേകം വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട്.
ചാണ്ടിദാസന്റെ ജനനം നാനൂറ ഗ്രാമത്തിലായിരുന്നു. ബംഗാളിലെ ബിർഭും ജില്ലയിൽ തന്നെയാണ് ആ ഗ്രാമവും. ഒരു ബ്രാഹ്മണ കുലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ശകവർഷം 14-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലായിരുന്നു അദ്ദേഹത്തിന്റെയും ജനനമെന്ന് പറയപ്പെടുന്നു. ചാണ്ടിദാസന്റെയും വിദ്യാപതിയുടെയും രചനകൾ വിരഹതാപത്തിന്റെ അതീന്ദ്രിയ വികാരങ്ങൾ ആഴത്തിൽ പ്രകടിപ്പിക്കുന്നതിനാൽ അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എന്ന അഭിപ്രായവും ഉണ്ട്. ചാണ്ടിദാസനും വിദ്യാപതിയും വിവരിച്ച ഹർഷോന്മാദത്തിന്റെ വികാരങ്ങൾ ശ്രീ ചൈതന്യ മഹാപ്രഭു യഥാർത്ഥത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. അവിടുന്ന് ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ ആ വികാരങ്ങളെല്ലാം ആസ്വദിച്ച ശ്രീ രാമാനന്ദരായനും ശ്രീ സ്വരൂപ ദാമോദരനുമായിരുന്നു ഇത് സാധ്യമാക്കുന്നതിനുള്ള അവിടുത്തെ ഉചിതരായ സഹായികൾ. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ വികാരങ്ങൾ അനുഭവിച്ച ലീലകളിൽ ഈ ഉറ്റ സഹചരന്മാർ രണ്ടുപേരും അവിടുന്ന് വളരെയധികം സഹായിച്ചു. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു വിദ്യാപതിയുടെയും ചാണ്ടിദാസന്റെയും ജയദേവന്റെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് ആസ്വദിച്ച വിരഹത്തിന്റെ വികാരങ്ങൾ തങ്ങളുടെ ഉന്നതമായ ആത്മീയാവബോധത്തിൽ പരമഹംസന്മാരായിത്തീർന്ന ശ്രീ രാമാനന്ദരായെയും സ്വരൂപ ദാമോദരനെയും പോലുള്ളവർക്കായി പ്രത്യേകം കരുതി വയ്ക്കപ്പെട്ടതാണെന്ന് ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അഭിപ്രായപ്പെടുന്നു. അത്തരം വിഷയങ്ങൾ മഹാപ്രഭുവിന്റെ പ്രവർത്തനങ്ങൾ അനുകരിക്കുന്ന സാധാരണക്കാരായ വ്യക്തികളുമായി ചർച്ച ചെയ്യേണ്ടതല്ല. ഈശ്വരാബോധം ഇല്ലാത്തവരും ശാരീരികമായ ഇന്ദ്രിയസുഖത്തിന് പിന്നാലെ പരക്കം പായുന്നവരുമായ ലൗകിക സാഹിത്യകാരന്മാർക്കും കവിതാ നിരൂപകന്മാർക്കും ഇത്തരം ഉന്നതമായ അതീന്ദ്രിയ സാഹിത്യം വായിക്കേണ്ട ആവശ്യമില്ല. ഇന്ദ്രിയസുഖത്തിന് പിന്നാലെ ഹരേ കൃഷ്ണ ഒന്ന് പതുക്കനെ പറയൂട്ടോ, സംസാരം പതുക്കിനാവും. ഇത് ഓണാണ്. ഇന്ദ്രിയസുഖത്തിന് പിന്നാലെ പരക്കം പായുന്ന ആളുകൾ രാഗാനുഗ ഭക്തിയുത സേവനത്തെ അനുകരിക്കാൻ ശ്രമിക്കരുത്. ചാണ്ടിദാസന്റെയും വിദ്യാപതിയുടെയും ജയദേവന്റെയും ഗീതങ്ങൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങൾ വർണ്ണിക്കുന്നവയാണ്. ഈ ഗീതങ്ങളെ അപഗ്രഥിക്കാൻ ശ്രമിക്കുക വഴി ലൗകികരായ നിരൂപകന്മാർ ചെയ്യുന്നത് സാധാരണ ജനങ്ങളെ ദുർമാർഗികളാക്കാൻ സഹായിക്കുക മാത്രമാണ്. അത് ലോകത്തിൽ സാമൂഹികമായ അപവാദങ്ങളും നിരീശ്വരത്വവും സൃഷ്ടിക്കപ്പെടുന്നതിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും. രാധയുടെയും കൃഷ്ണന്റെയും പ്രവൃത്തികളെ ലൗകികരായ യുവാക്കളുടെ ചേഷ്ടകളായി തെറ്റിദ്ധരിക്കരുത്. ലൗകികരായ യുവാക്കളുടെയും യുവതികളുടെയും ലൈംഗിക പ്രവൃത്തികൾ അങ്ങേയറ്റം അറപ്പുളവാക്കുന്നവയാണ്. അതുകൊണ്ട് ശാരീരികമായ അവബോധം വെച്ചു പുലർത്തുന്നവരെയും ഇന്ദ്രിയസുഖം കാക്ഷിക്കുന്നവരെയും ശ്രീ രാധയുടെയും കൃഷ്ണന്റെയും അതീന്ദ്രിയ ലീലകളുടെ സംവാദത്തിൽ ഉൾപ്പെടുന്നതിൽ വിലക്കിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതില് ഈ 3 ഭക്തന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. സോറി, എനിക്കിന്ന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല, ഞാൻ വേറൊരു പുറത്താണ്. സോ വിദ്യാപതി, ജയദേവൻ, ചണ്ഡിദാസ് 3 പേരുടെയും പറഞ്ഞിട്ടുണ്ട്. ജയദേവ കവി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഗീതാഗോവിന്ദത്തിന്റെ ലേഖകനായിട്ടുള്ള അഷ്ടപതി സോപാന സംഗീതം അദ്ദേഹം എഴുതിയത്. സോപാന സംഗീതം കുറെ ഉണ്ടല്ലോ, അതിലെ ഒന്നാണ് അഷ്ടപതി. ഏറ്റവും പ്രശസ്തമായ സോപാന സംഗീതം അഷ്ടപതിയാണ്. അഷ്ടപതി മാത്രമേ ഉള്ളൂ എഴുതിയത്? അതെ. ഗീതാഗോവിന്ദം എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന് 8 പദങ്ങളുണ്ട്, അതുകൊണ്ട് അതിന് അഷ്ടപതി എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു ബ്രോ, വെരി ഗുഡ്. അപ്പോ അത് ഗീതാഗോവിന്ദം ജയദേവ കവി എഴുതി. ഇവിടെ അദ്ദേഹത്തിന്റെ ജന്മം പറഞ്ഞിരിക്കുന്നത് എവിടെയായിരുന്നു? അദ്ദേഹം കുറെ വർഷം ബംഗാളിലാണ് ജീവിച്ചത്. നമ്മുടെ ചമ്പഹട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, നവദ്വീപ് പരിക്രമ ചെയ്യുന്ന സമയത്ത് ചമ്പഹട്ടി എന്ന് പറയുന്ന ചമ്പകലതാ ദേവിയുടെ സ്ഥലമുണ്ട്. അപ്പൊ അവിടെയാണ് ജയദേവ കവി പല വർഷം താമസിച്ചിരുന്നത്. ജയദേവ ഗോസ്വാമി എന്നും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് പത്മാവതി. ആ ലീലകളൊക്കെ നമുക്കറിയാമല്ലോ അല്ലെ? ജയദേവ എന്താണ്
ആ വരി എഴുതിയിട്ട് പോവും. എന്താണ് ഗീതാഗോവിന്ദത്തിൽ ഒരു വരി എഴുതി പോവും. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ശിരസ് കുനിച്ച് ശ്രീമതി രാധാറാണിയുടെ പാദസ്പർശം ഭഗവാൻ ശിരസിൽ ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞൊരു ലൈൻ എഴുതും. ശിരസി തവ മണ്ഡന, അങ്ങനെ ഒരു ശ്ലോകമാണ് പ്രഭു. ഉം. ഇത് ഭഗവാൻ വന്നിരുത്തി ഭഗവാൻ വന്ന് ശരിയാക്കി. അതെ, ആദ്യം എഴുതിയിട്ട് അത് അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വെട്ടിയിട്ട് അത് പുറത്തു പോകുന്ന സമയത്ത്, കുളിക്കാൻ പോകുന്ന സമയത്ത് ഭഗവാൻ സ്വയം വന്ന്, ജയദേവന്റെ രൂപത്തിൽ ഭഗവാൻ വന്നിട്ട്, ഞാൻ ഒന്ന് എഴുതാൻ മറന്നുപോയി, അത് എഴുതാൻ ഇതും കൂടെ എഴുതിയിട്ട് കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അത് വന്ന് ആ വെട്ടിയത് മാറ്റി വീണ്ടും അത് എഴുതും. അത് ശരിയാണെന്നുള്ള ശരിയാണെന്ന് നിരൂപിക്കാൻ വേണ്ടി അത് എഴുതിയിട്ട് ഭഗവാൻ പോവും. സോ വീണ്ടും യഥാർത്ഥ ജയദേവൻ കുളിച്ചിട്ട് വരുന്ന സമയത്ത് അപ്പോഴാണ് പത്മാവതി പറയുന്നത്, താങ്കൾ പോയിട്ട് വന്നല്ലോ, വീണ്ടും പെട്ടെന്ന് വന്നല്ലോ എന്നുള്ള രീതിയിൽ പറയും. അപ്പോഴാണ് ജയദേവന് മനസ്സിലാവുന്നത്, ഞാൻ എൻ്റെ രൂപത്തിൽ ഭഗവാൻ വന്നിട്ടുണ്ട്. പിന്നെ അത് അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു, ഭഗവാൻ അതിനെ കറക്ഷൻ ചെയ്ത് ഈ ചെക്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ എമൗണ്ട് അല്ലെങ്കിൽ ഡേറ്റോ എന്തെങ്കിലും മാറ്റി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു സിഗ്നേച്ചർ ഇടും, ഇല്ലേ? കൊച്ചു സൈൻ ഇടും അവിടെ, അതായത് ഇത് ശരിയാണെന്നുള്ള രീതിയിൽ. അപ്പം അതുപോലെ ഭഗവാൻ ആ വരി എഴുതിയിരിക്കുന്നത് ശരിയാണെന്ന് നിരൂപിച്ച് ഭഗവാന്റെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോയി. സോ അങ്ങനെ ഭഗവാൻ സ്വീകരിച്ച ഒരു കൃതിയാണ് ജയദേവ ഗോസ്വാമിയുടെ ഗീതഗോവിന്ദം. നമുക്ക് കേരളത്തിൽ സോപാന സംഗീതമായിട്ട് പാടുന്നുണ്ട്. ജഗന്നാഥ് പുരിയിൽ ഭഗവാന് ഉറക്കുന്ന സമയത്ത്, ജഗന്നാഥ് സ്വാമിക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം ഗീതാഗോവിന്ദം പാടിയിട്ടാണ് ഭഗവാന് വിശ്രമം കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ആദ്യം ചമ്പഹട്ടി നവദ്വീപിൽ ഉണ്ടായിരുന്ന ജയദേവ് ഗോസ്വാമി പിന്നീട് പുരിയിലേക്ക് വന്നതാണ്. പിന്നെ വിദ്യാപതിയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ചണ്ഡിദാസിന്റെ ഒരു നല്ല ലീല ഉണ്ടായിരുന്നു, മറന്നുപോയി. ജസ്റ്റ് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ചണ്ഡിദാസിന്റെ സഹോദരനും അദ്ദേഹമായിട്ടൊരു ഒരു പ്രത്യേക ലീലയുണ്ട്. അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചു പറയാം അടുത്ത ദിവസം. ചണ്ഡി എന്ന് പറഞ്ഞാല് കാളിയുടെ പല പേരുകളാണല്ലോ, ചണ്ഡി, ചാമുണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ചണ്ഡിദാസ് അദ്ദേഹം കാളിഭക്തനായിരുന്നു അല്ലേ? കാളിഭക്തനായിരുന്നു, പക്ഷേ അതെ, തിരിച്ച് ഭഗവാന്റെ ഭക്തനായി അദ്ദേഹം. അതെ, അതിന്റെ എന്തോ ഒരു അത് ലീലയുണ്ട്. ഇടയ്ക്ക് ഞാൻ ഫുള്ളൊന്നും ഓർക്കണില്ല, കുറച്ചേ എനിക്ക് ഓർമ്മയുള്ളൂ പ്രഭു. അത് അദ്ദേഹം ദിവസവും കളിക്ക് വേണ്ടിയുള്ള പൂജാതി കർമ്മങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അദ്ദേഹത്തിന് മറന്നു പോണു പ്രഭു, പൂജ ചെയ്യാനായിട്ട് കാളി ദേവിക്ക് പകരം ഭഗവാന് പൂജ ചെയ്തു, അങ്ങനെ എന്തോ ആണ്. അല്ല, ഒരു ബ്രദർ ഉണ്ടായിരുന്നില്ലേ? ഒരു ബ്രദർ കാളിയെ ബ്രദറാണ്, എനിക്ക് അത്രേ ഓർമ്മയുണ്ട്. ബ്രദറിന്റെ അല്ല, ഇദ്ദേഹം ബ്രദർ കാളിക്ക് പൂജ ചെയ്യും. ഇങ്ങനെ ആ തോട്ടത്തിലുള്ള പൂവൊക്കെ എടുത്ത് പൂജ ചെയ്യും. ഇപ്പൊ ഇങ്ങനെ പോയിട്ട് ഭഗവാനെ ചെയ്യുമ്പോ കാളി കൂടുതൽ സന്തോഷിക്കും. ഭഗവാൻ അങ്ങനെയല്ലേ? അത് ആ സ്റ്റോറി, ആ ലീലയാണോ? അതെ അതെ മാതാജി, ശരിയാ, അത് തന്നെ. പക്ഷെ ഇദ്ദേഹം ഭഗവാനും ചെയ്തിരുന്നത്, ബ്രദറാണ് കാളിക്ക് പൂജ ചെയ്തിരുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു ദിവസം ബ്രദറിനോട് പറയും, ആദ്യം ഭഗവാന് വെച്ചിട്ട് ആ പൂവുണ്ട് കാളിക്ക് സമർപ്പിച്ചു നോക്കൂ, അങ്ങനെ എന്തോ ഉണ്ടായി. അത് അന്നാണ് കാളി പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷമായി കാളി ദേവിക്ക്. അതായത് ഭഗവാന്റെ ആ പൂക്കള് കൊണ്ട് അഭിഷേകം ചെയ്തതോടുകൂടി കാളി ഭയങ്കര ഇതായിട്ട് അവർക്ക് അനുഗ്രഹം കൊടുത്തു. മാനസികമായിട്ടാണ് ഭഗവാന് പൂജ ചെയ്യുന്നത്, അർച്ചന ചെയ്യുന്നത്. അങ്ങനെ എന്തോ ആണ്. ഇദ്ദേഹം മാനസികമായിട്ട് ആദ്യം ഓഫർ ചെയ്യും, എന്നിട്ട് ആ മഹാപ്രസാദമാണ് കാളിദേവിക്ക് കാളിദേവിക്ക് കൊടുക്കുന്നത്. ശരി. ഒരു ദിവസം അങ്ങനെ ചെയ്യരുതെന്ന് എന്തോ പറഞ്ഞിട്ട് മഹാപ്രസാദം കിട്ടാതെ നേരിട്ട് ഓഫർ ചെയ്ത സമയത്ത് ഈ ജ്യേഷ്ഠനോട് കാളിദേവി അങ്ങനെ എന്തോ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ എന്തോ സംഭവിക്കുന്നത്. ജ്യേഷ്ഠനോട് കൂടുതൽ തൃപ്തി തോന്നി കാളി പ്രത്യക്ഷപ്പെടും, വളരെ സന്തോഷം. സംതിങ്. അപ്പൊ അത്
ചോദിച്ചു പറയാം. കാളിക്ക് അന്നാണ് കൂടുതൽ ഇഷ്ടമായത്. ഇത്രയും ദിവസത്തെ പൂജകളിൽ ഏറ്റവും സന്തോഷമായ ദിവസം അന്നാണ് പ്രത്യക്ഷപ്പെട്ടത്. അതായത് ഭഗവാന് അർപ്പിച്ച അതാണ് അദ്ദേഹം കാളിക്ക് കൊടുത്തത്. അത് ഉം. ഓൾറെഡി എനിക്ക് തോന്നുന്നു മെന്റലി അദ്ദേഹം ഭഗവാന് ഓഫർ ചെയ്തതാണ്. ഇതറിയാണ്ട് സഹോദരന്റെ അടുത്ത് കാളിക്ക് ഓഫർ ചെയ്തത്. അങ്ങനെ എന്തോ ആണ് കാളിക്ക് ഉം. സന്തോഷമായത്. അതെ. എന്തായാലും ഇവിടെ പറയുന്നത് ഇതുപോലെ ചണ്ഡിദാസ്, വിദ്യാപതി, ജയദേവൻ അവരുടെയൊക്കെ കൃതികൾ ചൈതന്യ മഹാപ്രഭു, രാമാനന്ദരായ, സ്വരൂപ ദാമോദർ ഇവരുടെ അസോസിയേഷനിലാണ് അത് ആസ്വദിച്ചിരുന്നത്. ഇതുപോലെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രഹസ്യമായിട്ടുള്ള ലീലകളും ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അധികാരം എന്നൊരു വാക്കുണ്ടല്ലോ, ക്വാളിഫിക്കേഷൻ. നമുക്ക് നമ്മുടെ യോഗ്യത അനുസരിച്ചാണ് നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഹൃദയം ശുദ്ധമാണെങ്കിൽ അതാകുന്ന അനുസരിച്ച് കൂടുതൽ രാധാകൃഷ്ണ ലീലകളെ കുറിച്ചൊക്കെ പഠിക്കാൻ യോഗ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, അങ്ങനെയുള്ളൊരു വ്യക്തി ഈ ലീലകളൊക്കെ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ ഭഗവത്ഗീതയോ ശ്രീമദ് ഭാഗവതമോ അത് വേണ്ടെന്നൊരിക്കലും പറയില്ല. പക്ഷെ സഹജീയ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വലിയ ഹൈ ലെവൽ ഡിവോട്ടിയാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുള്ളൂ, എനിക്ക് ഭഗവത്ഗീത വേണ്ട, എനിക്ക് ശ്രീമദ് ഭാഗവതം ആവശ്യമില്ല, അങ്ങനെ ഒരു സമീപനം എടുത്തു കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്, അല്ലേ? ശ്രുതി സ്മൃതി പുരാണാദി പഞ്ചരാത്ര വിധിം വിന ഐകാന്തികി ഹരേർ ഭക്തിർ ഉത്പാതായ ഏവ കൽപ്പത്തെ. ഇപ്പോൾ ശ്രുതി സ്മൃതി പുരാണങ്ങൾ ഇതിൻ്റെയൊക്കെ വിധിവിധാനങ്ങൾ മനസ്സിലാക്കാതെ ആ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഐകാന്തികി ഹരേർ ഭക്തി, തോന്നിയാസം പോലെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ അത് ഉത്പാതായ, ആ ചെയ്യുന്ന വ്യക്തിക്കും സമൂഹത്തിനും അത് വീഴ്ച ഉണ്ടാക്കാനേ കാരണമാകും. സോ അതുകൊണ്ട് സാധനാഭക്തിക്ക് പ്രാധാന്യമുണ്ട്. അത് ആ രീതിയിൽ തന്നെ ചെയ്യണം. മുൻപ് പറഞ്ഞിട്ടുള്ളൊരു ലീലയുണ്ട്. പ്രഭുപാദ് ഒരു പ്രാവശ്യം ബോംബെയിൽ പോകുമ്പോൾ സുമതി മൊറാർജിയുടെ സുമതി മൊറാർജിയുടെ ഓഫീസ്, സിന്ധ്യ സ്റ്റീംഷിപ്പ് കമ്പനി, അവിടേക്ക് അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയും അല്ലാതെയും പ്രഭുപാദ് ഫണ്ട് റേസിങ്ങിന് വേണ്ടി ചിലപ്പോൾ സുമതി മൊറാർജിയുടെ ഓഫീസ് സന്ദർശിക്കാറുണ്ടായിരുന്നു. അവർക്ക് പ്രഭുപാദിനോട് എപ്പോഴും വലിയ ബഹുമാനമായിരുന്നു. സോ അങ്ങനെ ബോംബെയിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ പ്രഭുപാദ് താമസിക്കുന്ന സ്ഥലത്തിനടുത്ത്, എനിക്ക് ആ പേര് മറന്നുപോയി, ഒരു സൗത്ത് ഇന്ത്യൻ തമിഴ് ബ്രാഹ്മിൻസ് ആണ്, മിസ്സസ് ആൻഡ് മിസ്റ്റർ സംതിങ്, ചക്രപാണിയോ ദണ്ഡപാണിയോ എന്തോ ഒരു പേര് ഓർമ്മയില്ല. സോ അവര് പ്രഭുപാദ് താമസിക്കേണ്ട അടുത്ത് ഫ്ലാറ്റിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അപ്പോൾ പ്രഭുപാദിനെ അവര് ഇൻവൈറ്റ് ചെയ്യും, സ്വാമിജി ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരൂ, ഞങ്ങളുടെ വീട് ധന്യമാക്കാൻ വേണ്ടി താങ്കൾ വരിക എന്ന് പറയും. പ്രഭുപാദ് ഒരു ഇൻവിറ്റേഷൻ ആയതുകൊണ്ട് സന്യാസിയാണ്, സാധുവാണ്. അങ്ങനെ അവരുടെ വീട് സന്ദർശിച്ചപ്പോൾ നല്ല രീതിയിൽ സൽക്കരിച്ച് പാദമൊക്കെ കഴുകി പൂവിട്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്വാഗതത്തിനും ശേഷം പ്രഭാഷണമാണല്ലോ. ഒരു സാധു എപ്പോഴും ഒരു വീട്ടിൽ പോയാൽ ആ വീട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവര് പലതരത്തിലുള്ള ഇതുപോലെ ഉപചാരങ്ങൾ കൊണ്ടും പുഷ്പം, ഗന്ധം, ആരത്തി, ദീപാരാധന അങ്ങനെയൊക്കെ, പിന്നെ അവർക്ക് നൈവേദ്യം, നല്ല രീതിയിൽ പ്രസാദം കൊടുക്കും. ഇതൊക്കെയാണ് വീട്ടുകാർ സൽക്കരിക്കുന്നത്. അതിന് ഇതായിട്ട് എന്താ പറയുക, അതിന് പകരമായിട്ട് അതിനൊരു പ്രത്യുപകാരം അല്ലെങ്കിൽ അതിനൊരു റെസ്പോൺസായിട്ട് ആ സാധു ചെയ്യുന്നത് ഭഗവത് കഥ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്, അല്ലേ? ഇപ്പൊ സാധാരണ ആദ്യം അങ്ങനെയുള്ള സാധുക്കളെ വീട്ടിൽ വരുമ്പോൾ സൽക്കരിച്ചിരുത്തുക, അവർക്ക് വേണ്ട ഉപചാരങ്ങൾ ചെയ്യുക. പിന്നെ അപ്പോൾ ആ സമയത്ത് അവർ എന്ത് ചെയ്യും? അവർക്ക് ആഹാരത്തിന് കൊടുക്കുക, വിശ്രമിക്കാൻ സൗകര്യം കൊടുക്കുക വേണമെങ്കിൽ. അപ്പോൾ അവർ ഭഗവത് കഥകൾ നമുക്ക് പറഞ്ഞു തരും, ആത്മീയ ജ്ഞാനം പകർന്നു തരും. അതിനുശേഷം തിരിച്ചു പോകുന്ന സമയത്ത് ഇപ്രാവശ്യം ഭക്തദാസ് പ്രഭു വന്നപ്പോൾ പറഞ്ഞതാണ്, 1 രൂപയെങ്കിലും ദക്ഷിണയായിട്ട് കൊടുക്കണം. അത് നാണയമായിട്ട് തന്നെ എമൗണ്ട് ഒരുപാടാവണമെന്നില്ല, പക്ഷെ 1 രൂപയെങ്കിലും ആ വ്യക്തിക്ക്
ഒരു സാധുവിന് ദക്ഷിണയായിട്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി, റൈറ്റ്? ഭഗവത് കഥ പറഞ്ഞു തന്നതിന് നമ്മൾ നേരത്തെ പ്രസാദമൊക്കെ കൊടുത്തല്ലോ, എല്ലാം ചെയ്തല്ലോ എന്നുള്ളതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കരുത്. സോ ചെറിയൊരു ദക്ഷിണ കൊടുക്കണം. ചില സദ്യകളിലൊക്കെ പോകുമ്പോൾ ഈ വൈഷ്ണവന്മാരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സദ്യയും കൊടുത്ത് 1 രൂപ കാശും കൊടുക്കും, ഇല്ലേ? 1 രൂപ 5 രൂപയൊക്കെ അങ്ങോട്ട് കോയിനും കൊടുക്കും. സോ അത് സദ്യ കഴിച്ചതിന്, ആ പ്രസാദം സ്വീകരിച്ചതിന് ഒരു നന്ദി സൂചകമായിട്ട് കൊടുക്കുകയാണ്. എന്തായാലും അങ്ങനെ പ്രഭുപാദിനെ വിളിച്ചു, സൽക്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വാമിജി ഇപ്പൊ ദയവായി ഞങ്ങൾക്ക് ഭഗവത് കഥ പറഞ്ഞു തരിക, കൃഷ്ണകഥ പറഞ്ഞു തരിക, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രാസലീലയാണ് കേൾക്കാൻ താല്പര്യം എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഭഗവത് കഥ പറയാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയെ ബേസ് ചെയ്തിട്ട് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്, കൃഷ്ണൻ ഇത്ര ശക്തികളുണ്ട്, പിന്നെ അർജുനൻ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാനെ ഉപദേശിച്ചു. ഉടനെ പറയും, സ്വാമിജി നമുക്ക് രാസലീല ഒന്ന് കേട്ടാൽ കൊള്ളാം. അപ്പൊ പ്രഭുപാദ് പറയും, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് വീണ്ടും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ കോട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ ഫിലോസഫി പറയുമായിരിക്കും. മൂന്നാമതും പറയും, സ്വാമിജി ഞങ്ങൾക്ക് രാസലീല കേൾക്കണം എന്ന് പറയും. അപ്പൊ പ്രഭുപാദ് പറയും, നിങ്ങൾക്ക് രാസലീല കേൾക്കാൻ യോഗ്യത ഉണ്ടായിരിക്കാം, പക്ഷെ അത് പറയാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പ്രഭുപാദ്, റൈറ്റ്? സോ അധികാരം എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ കേൾക്കുക. അതേസമയം അതേ പ്രഭുപാദ് കൃഷ്ണ ബുക്കിൽ ഈ എല്ലാ അധ്യായങ്ങളും എഴുതിയിട്ടുണ്ട്, അല്ലെ? ഭാഗവതം ദശമസ്കന്ധത്തിന്റെ ഒരധ്യായം വിടാതെ എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടുന്ന എന്താ ഇനി പറയുക, പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത്, മുൻകരുതലുകളൊക്കെ എടുത്ത് തന്നെ പ്രഭുപാദ് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. സോ അത് ശരിയായ രീതിയിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യും. പക്ഷെ അത് ശരിയല്ലാത്ത രീതിയിലാണെങ്കിൽ ഭക്തിക്ക് തന്നെ വിഘാതമാവാൻ സാധ്യതയുണ്ട്, റൈറ്റ്? സോ അതുകൊണ്ട് ആ ഒരു കൺട്രോൾ ഇല്ലാതെ ഇവിടെ പ്രഭുപാദ് എഴുതിയിട്ടുണ്ട്. ഈ ഗീതങ്ങളെ അപഗ്രഥിക്കാൻ ശ്രമിക്കുക വഴി ലൗകികരായ നിരൂപകന്മാർ ചെയ്യുന്നത് സാധാരണ ജനങ്ങളെ ദുർമാർഗികളാക്കാൻ സഹായിക്കുക മാത്രമാണ്. സോ കാര്യങ്ങളൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. രാധാകൃഷ്ണ ലീലയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്കൊരു ഗുരു പരമ്പര കിട്ടിയിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡിവോട്ടീസ് പോലും കുറച്ച് പ്രഭുപാദിന്റെ ബുക്സിൽ നിന്നും പിന്നെ കുറച്ച് യൂട്യൂബിൽ നിന്നും കുറച്ച് അമർചിത്ര കഥയിൽ നിന്നൊക്കെ എടുത്ത് ചേർത്ത് കൂട്ടിക്കുഴച്ചൊരു ക്ലാസ് ആയിട്ട് എടുക്കും ചിലപ്പോൾ. അപ്പം അതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ അത് ആലോചിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും, അല്ലെങ്കിൽ അടുത്ത ശ്ലോകം. ഒന്നുമില്ല. ഇപ്പോ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വിഷ്ണുപ്രിയ മാതാജി എന്തോ പറയുന്നു. അപ്പൊ പ്രഭു പറഞ്ഞില്ലേ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് പറയുന്നുള്ളത്. അത് പ്രഭുപാദ പറഞ്ഞതിന്റെ അർത്ഥം ഒട്ടും ചോരാണ്ട് അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ അറിവ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ലേ നമ്മൾ മറ്റുള്ളവരുടെ ബുക്കും കൂടെ നോക്കണത്, അല്ലേ? അല്ല, നമുക്ക് അറിവില്ലെങ്കിൽ ഈ മറ്റു ബുക്കുകളിൽ ഈ അറിവുണ്ടെന്നും ആ പറയുന്നത് ശരിയാണെന്നുള്ള നിരൂപിക്കാനുള്ള അറിവ് അല്ല, നമുക്കുണ്ടാവോ? അതിന്റെ അല്ല ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് കുറച്ചും കൂടെ പ്രഭുപാദയുടെ കുറെ ഡീപ്പായിട്ട് പ്രഭുപാദ ചില ഓരോ വേർഡ്സിലും പറയുന്നുണ്ട്, അല്ലെ? ചില സ്ഥലത്ത്. അപ്പൊ ചില ദിക്കില് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും. അപ്പൊ അതിന്റെ ചില സിമ്പിൾ, ഇപ്പൊ എന്റെ കയ്യിൽ ഞാനുള്ളത് പറയാം. എന്റെ കയ്യിൽ ഒരു ചെറിയ ഭഗവത്ഗീത ബുക്ക് ഇരിക്കുന്നുണ്ട്. നമ്മൾ ശ്ലോകം വായിക്കാൻ മാത്രം. അതിൽ കുറച്ച് അർത്ഥങ്ങളുണ്ട്. പക്ഷെ ആ അർത്ഥം പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായി ഞാൻ പ്രഭുവിന് പറഞ്ഞത്. പക്ഷെ നമ്മൾ അതല്ല പറഞ്ഞു കൊടുക്കണേ.
അത് നമുക്കത് മനസ്സിലാവുമ്പോൾ ഇത് പ്രഭുപാദയുടെ കൂടെ എടുത്തിട്ടാണ് പറയാ. അത് അതിനെ പറ്റി പ്രഭു എന്താ പറയണേ അങ്ങനെയാണെങ്കിൽ? ഉം, പ്രഭുപാദ് എഴുതിയത് കട്ടിയായിരിക്കും ചില എങ്ങനെയാണെന്നോ? ചില ആ വിവർത്തനമൊക്കെ ചിലപ്പോ അങ്ങോട്ട് ഗ്രഹിക്കാൻ കുറച്ചൊരു എനിക്ക് ചിലപ്പോ തോന്നുന്നു മലയാളത്തിന്റെ ഇഷ്യൂ ആണ് മാതാജി. അത് തന്നെ അതെ അതെ മലയാളത്തിലൊരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷിൽ ആ അല്ലേ? പ്രശ്നം തോന്നണില്ല. അതെ അല്ലേ? ഇംഗ്ലീഷ് ഞാൻ ട്രാൻസ്ലേഷൻ മലയാളത്തിലാ. വളരെ സിമ്പിൾ ആക്ച്വലി, കുറച്ചുകൂടി. ഓക്കെ ഓക്കെ. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ വേർഡുകള് കുറച്ച് വേർഡുകൾ അത് തന്നെ, സംസ്കൃതം അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചില പച്ച മലയാളം അല്ലാതെ അതാണ്. അല്ല അതെ, അല്ല ഭയങ്കര അത് ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് അത് വരുന്നത്. ആചാര്യന്മാരിലൂടെ കേട്ട് മനസ്സിലാക്കൽ മാത്രമേ അതിന് മാർഗമുള്ളൂ. മനസ്സിലാവുള്ളൂ. പുസ്തകം അതന്നെ, ഉപയോഗിക്കുന്നത് അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് അങ്ങനെയാണല്ലോ ഈ പക്ഷേ പുസ്തകങ്ങളൊക്കെ പറയുന്നത്. അതായത് മറ്റു പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ കണ്ടത് വച്ചിട്ട് നമ്മൾ ഊഹിച്ച് പറയാതെ ഈ വാക്കിന്റെ യഥാർത്ഥ മീനിങ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമ്മളുടെ മുതിർന്ന ആളുകളോടോ ആചാര്യന്മാരോടോ ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ പകർന്നു കൊടുക്കാവൂ എന്നാണ് ശാസ്ത്രത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. അത് തെറ്റാണെങ്കിൽ അങ്ങനെ ക്ഷമിക്കുക. തന്നെയാണ് പ്രഭു, നമ്മൾ മറ്റുള്ളവരുടെ ക്ലാസ് കേട്ടിട്ട് തന്നെ പറഞ്ഞത്. എന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ആ സാധാരണ ചെറിയ ബുക്കിലുള്ള അർത്ഥാണെന്ന്. അതാ ഞാൻ പറഞ്ഞത്. ഉം. പക്ഷെ മാതാജിക്ക് ഒരു ഇംഗ്ലീഷ് നോക്കിയാൽ മതിയല്ലോ. മാതാജിക്ക് അത് മതി. ഓക്കെ. ഏറ്റവും നല്ലത് അതാ മാതാജി. കാരണം ഇംഗ്ലീഷ് പ്രഭാതത്തിന്റെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ്. അത് അർത്ഥം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് മലയാളം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മലയാളപ്പെടുത്തി വെക്കാം. ആ ഇംഗ്ലീഷ് മീനിങ് എടുത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. എല്ലാ കാരണം ഇത് പുസ്തകങ്ങളും ശരിയാണ്. അങ്ങനെയാണോ? ഈ മലയാളത്തിൽ ഈ പറഞ്ഞത് ശരിയാണ്. ഭഗവത്ഗീതയും കാരണം ഭാഗവതവും ചൈതന്യ ചരിതാമൃതവും എല്ലാം അങ്ങനെ തന്നെയാണോ? അറിയില്ലാത്തതുകൊണ്ട് ചോദിച്ചാൽ എനിക്ക് ഇംഗ്ലീഷിൽ വലിയ ജ്ഞാനമില്ല, ഒട്ടും ജ്ഞാനമില്ല. അപ്പൊ അത് കാരണമാണ് ഈ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെ വേരിയേഷനെ കുറിച്ച് അങ്ങനെ ചോദിക്കാൻ ഈ കാരണം. എല്ലാ പുസ്തകങ്ങളും മലയാളത്തിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻസിൽ കുറെ കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ വെർഷൻ ബുക്കുകളിലൊക്കെയാണ് കുറച്ചും കൂടി കട്ടി വാക്കുകൾ. പിന്നെ അത് കുറച്ചും കൂടി ഭാഗവതത്തിൽ മാത്രമല്ലേ ഉള്ളൂ. ഭഗവത്ഗീത ആദ്യത്തെയും ഇപ്പോഴത്തെയും ശരിയല്ലേ? മാറ്റമുണ്ടോ? അങ്ങനെയല്ല. ഇതിപ്പോ ഒരു BBT ചർച്ചാ വിഷയമാണ്. ഇവിടെ പ്രഭാവി മാതാജി ഉണ്ട് മറ്റൊരു പേരില്, ഊർമിള സേവിനി മാതാജി ഉണ്ട്, മറ്റു BBT ഡിവോട്ടീസും ഉണ്ട്. സോ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് ശരിയാണ്. ഒരു പരിധി വരെ ചൈതന്യ ചരിതാമൃതം സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര വിജയിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. വായിക്കുമ്പോൾ ഒരു ഒഴുക്ക് തോന്നുന്നുണ്ടോ? പൊതുവെ എല്ലായിടത്തും ആയിരിക്കണം എന്നില്ല. ഏതാ പ്രഭു? ചൈതന്യ ചരിതാമൃതം അതൊരു ഉണ്ട് പ്രഭു. അത്ര ഒരു കട്ടി തോന്നുന്നുണ്ടോ ഇല്ല. ഭാഷയ്ക്ക്? ഇല്ല ചൈതന്യ പ്രഭു, അത് ചരിതാമൃതം നമുക്ക് കുറെ ആ, മനസ്സിലാവുന്നുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ട് തോന്നണം. അതെ അതെ മറ്റേതിനൊക്കെ അതെ ഒരുവിധം. അപ്പൊ അതുപോലെ അതെ, ഈ ഒരു ഒരുവിധം. പക്ഷെ ഇത് തന്നെ ഭഗവത്ഗീതയ്ക്കും ഭാഗവത്തിനും ചെയ്യാനൊരു ശ്രമമുണ്ട്. പക്ഷെ ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ചൈതന്യ ചരിതാമൃതം കുറെ ലീലകളും കുറച്ച് ആ കൃഷ്ണ കണ്ടന്റ് കാരണം തന്നെ അതിനൊരു സൗന്ദര്യമുണ്ട്, അതിൻ്റെ ഒരു സിംപ്ലിസിറ്റി ഉണ്ട്, സരളതയുണ്ട്. ഭഗവത്ഗീതയും സിംപ്ലിഫൈ ചെയ്യാം. പക്ഷെ മറ്റു ഭാഗമുണ്ട്, നമ്മൾ ഈ പറയുന്ന പോലെ സിംപ്ലിഫൈ ചെയ്ത് എന്താണ് കുളിപ്പിച്ച് ചില്ലാണ്ടാവും. അങ്ങനെയും സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം നമ്മൾ ഒരുപാടാക്കി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. നമ്മൾ ഈ സാധാരണ കിട്ടുന്ന ഇപ്പൊ ഈ പറയുന്ന രാമകൃഷ്ണ മിഷൻ, പുറനാട്ടുകാർ, അവരുടെയൊക്കെ ബുക്കുകളായിരിക്കും ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ എഴുതുന്നത്. പക്ഷെ അതിനകത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ മിസ്സായി പോകും, അർത്ഥങ്ങൾ ഇല്ലേ? മാത്രമല്ല, നമ്മൾ പ്രഭുപാദ് ഉദ്ദേശിച്ച അർത്ഥങ്ങളെ നമ്മൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. മലയാളം പൊതുവെ കുറച്ച് പ്രയാസമുള്ള ഭാഷയാണ്. അതിൻ്റെ ഒരു സങ്കീർണതയും അതിൻ്റെ ഒരു ഇതും. സോ നമ്മൾ ആ പരിധിക്കുള്ളിലിരുന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമുക്ക് ഒറ്റ ഉത്തരം പറയാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ നിലവാരം കുറച്ച് സിംപ്ലിഫൈ ആക്കാൻ പത്രത്തിൽ കാണുന്ന മലയാളം, ന്യൂസ് പേപ്പർ മലയാളം കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് സേവനമായിരിക്കില്ല, ചിലപ്പോൾ ഉപദ്രവമായിരിക്കും ചെയ്യുന്നത്. പ്രഭുപാദ് പറഞ്ഞത് അല്ലാതായി പോകാൻ സാധ്യതയുണ്ട്, ഇല്ലേ? അപ്പോൾ അത് ഒരു ടഫ് തിങ് ആണ്, എളുപ്പമല്ല ഈ കാര്യം ചെയ്യാൻ. ഹരേ കൃഷ്ണ പ്രഭു. അല്ല, പ്രഭു പറഞ്ഞ ശരിയാണ്, മനസ്സിലാവുന്നുണ്ട്. അല്ല, ഇപ്പൊ പ്രഭു പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ ബുക്കുകൾ നോക്കിയിട്ട് അങ്ങനെ കൂട്ടിക്കുഴച്ച് പറയണു എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നി. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ. അല്ല, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിലും തന്നെ അതിനെ നമ്മൾ
അതിൽ നിന്ന് ഇല്ല, പുതിയതായിട്ട് പ്രഭുപാദയുടെ ഐഡിയ നമ്മൾ മാറ്റുന്നില്ല, പ്രഭുപാദ പറയണത് നമ്മൾ മാറ്റില്ല. നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം, അത്രേ ഉള്ളൂ. എന്നും പറയാൻ പറ്റില്ല. പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ തന്നെ മനസ്സിലാക്കണം. പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ മനസ്സിലാവാതെ അതിനെ സഹായത്തിന് വേണ്ടി മറ്റൊരു പുസ്തകം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വ്യക്തിപരമായിട്ട് അത് യോജിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭു. ആചാര്യ എല്ലാ പരമ്പരയിൽ പോയിന്റും നിന്ന് വരുന്നില്ല കിട്ടുന്ന അറിവോടെ മാതാജി അതിനകത്ത്. പോകുന്നതാണ് എല്ലാ നല്ലതെന്നാണ് പോയിന്റും എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഞാൻ പറയുക. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാ പോയിന്റും വരുന്നില്ല മാതാജി അതിനകത്തൊക്കെ. ഇപ്പം ഹരേ കൃഷ്ണ. പ്രഭുപാദ ഇല്ല, ആദ്യത്തെ കാര്യം അതാച്ചു പറഞ്ഞു, ഇപ്പൊ അല്ല, തുടക്കത്തിലെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ മനസ്സിലായി പ്രഭുപാദയുടെ ആ ലാംഗ്വേജ് ഒക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നമ്മള് ഇത് തുടക്കത്തിൽ എല്ലാവരും മറ്റു ബുക്കുകൾ ഭഗവത്ഗീത ഭാഗവതമൊക്കെ വായിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഗുരുവായൂരിന്റെ വാങ്ങി വെച്ചിട്ടുണ്ട് ഒറ്റ ബുക്കായിട്ട്. പക്ഷെ ഇസ്കോണിൽ വന്ന പ്രഭുപാദയുടെ ഇതൊക്കെ കേട്ട് പ്രഭുപാദയുടെ ബുക്സ് വായിച്ചപ്പോഴാണ് ആ സത്യം എന്താന്നുള്ളത് നമുക്ക് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. പക്ഷെ അത് നമ്മൾ വായിച്ച ശേഷം നമുക്ക് വേറൊരു ബുക്ക് ഇപ്പൊ വായിക്കാൻ തോന്നില്ല. മറ്റുള്ളതിലൊക്കെ എഴുതി അവരവരുടെ ഐഡിയകൾ ചേർത്ത് പലതരത്തില് മിക്സ്, പ്രഭു ഇപ്പൊ പറഞ്ഞ പോലെ അവിടുന്ന് ഇവിടുന്ന് എടുത്തൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ പ്രഭുപാദയുടെ ബുക്കിൽ അതല്ല. യഥാർത്ഥ ആ അറിവ് നമുക്ക് കറക്റ്റ് കിട്ടുന്നത് ഈ പ്രഭുപാദയുടെ ഭാഗവതം ഭഗവത്ഗീത അതൊക്കെ വായിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ എന്നാണ് ഇപ്പൊ ഇത് വായിച്ചു തുടങ്ങിയതിന് ശേഷം മനസ്സിലാക്കിയിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അതേസമയം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വിഷ്ണുപ്രിയ മാതാജി പറഞ്ഞതിൽ കാര്യമുണ്ട്. എനിക്ക് വേറൊരു ഐഡിയ തോന്നി. അതായത് ഇപ്പൊ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ ചിൽഡ്രൻസ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ ഞാൻ എവിടെ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്, പക്ഷേ കൃത്യമായിട്ട് ഓർമ്മയില്ല. ഭഗവത്ഗീത ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദിന്റെ ഭഗവത്ഗീത തന്നെ അത് വായിച്ച് മനസ്സിലാക്കിയ ഇസ്കോൺ ഭക്തന്മാർ എന്ന് വെച്ചാൽ ആ പരമ്പരയിൽ തന്നെ നിൽക്കുന്ന പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങോടുള്ള ഭക്തന്മാർ ചിലപ്പോൾ പ്രഭുപാദ് പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ സിംപ്ലിഫൈ അല്ല, അത്ര ഡീറ്റെയിൽ ഇടാതെ കൊച്ചു കുട്ടികൾക്ക് സ്വീകാര്യമായ രീതിയിൽ, ഇപ്പോൾ പ്രഭുപാദിന്റെ ഭഗവത്ഗീത ഡയറക്റ്റ്ലി എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ കുറച്ച് സമയമെടുക്കും, ഇല്ലേ? അപ്പം അവരെന്ത് ചെയ്യുന്നു, അതിനെ സിംപ്ലിഫൈ അല്ല ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ ഒരു വെയിറ്റ് ഒന്ന് കുറച്ചിട്ട് കുട്ടികളുടെ അവർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ, അപ്പം ലെവൽ ഓഫ് ഡീറ്റെയിൽ കുറയും. മനസ്സിലായില്ലേ? അങ്ങനെ അവതരിപ്പിക്കാറുണ്ട് ഒരു ലൈറ്റ് വെർഷൻ എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അത് പ്രഭുപാദിന്റെ പുസ്തകങ്ങൾക്കൊരു റീപ്ലേസ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് പകരമായി ഒരിക്കലും മാറരുത്. മനസ്സിലായോ? ഇപ്പൊ രാധേശ്യാം പ്രഭു EBG എന്നൊരു എസൻസ് ഓഫ് ഭഗവത്ഗീത എന്ന് പറഞ്ഞൊരു സീരീസ് ഓഫ് ബുക്സ് എഴുതിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. ഉണ്ട് പ്രഭു. അതെ. അപ്പോൾ അതൊരു ഗൈഡ് പോലെ അല്ലെങ്കിൽ അത്, പക്ഷെ അതിലെന്താ പറയുന്നത്, അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം പ്രഭുപാദിന്റെ ഫുൾ ഭഗവത്ഗീതയിലേക്ക് തന്നെ പോകണം. അതിനൊരു പകരമല്ല ഇത്. കുട്ടികൾക്ക് നല്ലതാണ് പ്രഭു. അപ്പൊ അതുപോലെ വേണമെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാം. അതിൽ പ്രഭുപാദ് സന്തോഷിക്കുകയുള്ളൂ. പക്ഷെ അതേസമയം പ്രഭുപാദിന്റെ പുസ്തകം മനസ്സിലാക്കാൻ ഈ പരമ്പരയ്ക്ക് പുറത്തുള്ളൊരു പുസ്തകം വായിച്ച് അങ്ങനെ നമ്മൾ ചെയ്യണോ എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പ്രഭു ഇപ്പൊ ഫോളോ ചെയ്യണില്ല. ഞാൻ പറഞ്ഞത് ആദ്യം നമുക്ക് കിട്ടാണ്ട് വന്നപ്പോ. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലോ പ്രഭുപാദയുടെ ക്ലാസ്സും പ്രഭുപാദയുടെ. ഇപ്പൊ മാതാജി നേരത്തെ പറഞ്ഞ പോലെ പ്രഭുപാദയുടെ ബുക്കാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുള്ളൂ. മറ്റേത് വായിക്കാനും നമുക്ക് തോന്നണില്ല. ഞാൻ തുടക്കത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഒട്ടും മലയാളേ ഭയങ്കര കടുകട്ടിയായിപ്പോ ആകെ ബുദ്ധിമുട്ടായി പോയി. അല്ല, നമ്മളെല്ലാം ചെയ്യണം. നമ്മൾ BBTയുടെ സൈഡിൽ നിന്ന് ലാംഗ്വേജ് സിംപ്ലിഫൈ ചെയ്യുക തന്നെ വേണം. അതും അംഗീകരിക്കുന്നു. അതേസമയം മേ ബി ഭഗവത്ഗീത മനസ്സിലാക്കാൻ, പ്രഭുപാദിന്റെ ഭഗവത്ഗീത മനസ്സിലാക്കുന്നതിന് മുൻപ് അതിനൊരു ഇനേബിളർ ആയിട്ടോ അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക, അതിനൊരു ചവിട്ടുപടിയായിട്ടോ നമുക്ക് മറ്റൊരു ഇത് ചെയ്യാം. നമ്മളൊരു ഭഗവത്ഗീത കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടാണ് പലരും, ഞാൻ ഉൾപ്പെടെ, പ്രഭുപാദിന്റെ ബുക്ക് പിന്നെ വായിച്ചപ്പോഴാണ് നന്നായിട്ട് മനസ്സിലായത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അത് പക്ഷേ എല്ലാം നമ്മുടെ പരമ്പരയിലുള്ള ഭക്തന്മാരായിരിക്കണം ചെയ്യേണ്ടത്. റൈറ്റ്? ഹരേ കൃഷ്ണ. പ്രഭു തന്നെ തുടങ്ങിക്കോളൂ പ്രഭു. ഹരേ കൃഷ്ണ. അതും കൂടെ ഉള്ളു ബാക്കി. ഹരേ കൃഷ്ണ. അതിലൊരു ഇതെന്താന്ന് വെച്ചാല് നമ്മള് പ്രഭുപാദയുടെ ബുക്ക് മാത്രം വായിച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ കുറച്ച് ലെക്ചറൊക്കെ കേട്ടിട്ട്, പ്രഭുപാദയുടെ തന്നെ വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്, ഇല്ലെങ്കിൽ തന്നെ മറ്റു മലയാളത്തിൽ ഇപ്പോൾ ജഗത്സാക്ഷി പ്രഭുവിനെ പോലെയുള്ളവരൊക്കെ പറയുന്ന ആ പോർഷൻസ് നമ്മൾ എടുത്ത് വായിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പ്രഭുപാദരുടെ മലയാളം ബുക്കും ഭഗവത്ഗീതയും ടഫായിട്ട് ഫീൽ ചെയ്യുമോ എന്നറിയില്ല. അതും അത്ര സിമ്പിളായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഹിയറിങ്ങും കൂടി ചേർന്നിട്ട് നമ്മൾ വായിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത്
നമുക്ക് തന്നെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരേ കൃഷ്ണ മാതാജി, അത് ശരിയാണ്. പക്ഷെ തുടക്കത്തില് ഞാൻ പറയണത് സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാവരും പറഞ്ഞത് എന്താ വെച്ചാൽ, നേരത്തെ പ്രഭു ഇന്നലെ മിനിങ്ങാത്ത ക്ലാസ്സിലെങ്ങാണ്ട് പറഞ്ഞ പോലെ നമ്മള് കുറെ കേൾക്കുന്നതും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ, ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ ജഗസാക്ഷി പ്രഭുവിന്റെ ക്ലാസ്സുകളൊന്നും കേട്ടുകൂടാ, അതായത് കുറച്ച് ഹയർ ലെവലാണ്, അത് കുറച്ചൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ അത് കേൾക്കാൻ പാടുള്ളൂ, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് മാതാജി. പല പല സ്ഥലത്തും നമുക്ക് പല ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞങ്ങള് വിഷ്ണുപ്രിയ മാതാജിയൊക്കെ ആയിട്ട് ഞങ്ങള് ഭഗവത്ഗീത ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു അല്ലേ മാതാജി? അപ്പൊ എന്തൊരു ബുദ്ധിമുട്ടാണ് ഹരേ കൃഷ്ണ. തോന്നിയിരുന്നത് ആദ്യം. എന്ത് ബുദ്ധിമുട്ടിലാണ് നമ്മളത് മനസ്സിലാക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് ഈസി ആയി തുടങ്ങിയില്ലേ. അപ്പൊ അന്ന് ശരിക്കും കുറെ ക്ലാസ് ഒന്നും കേൾക്കാത്തത് കൊണ്ട് ആ ബുക്കുകള് ഫോളോ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പല പ്രാവശ്യം ഞങ്ങൾ വായിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും അതിൽ നിന്ന് എടുത്തിരുന്ന അല്ലേ മാതാജി? ഹരേ കൃഷ്ണ. അതെ അതെ, ഞങ്ങൾ അതാണ് അതിനായിട്ട് മാതാജി തന്നെ ഒരു പറഞ്ഞതെന്ന് എനിക്ക് ഗ്രൂപ്പ് തന്നെ മനസ്സിലായി. വെച്ചു. അതെ തന്നെ. അതെ, ഹരേ എന്തായാലും കൃഷ്ണ. വേറൊരു കാര്യമുണ്ട്. ഒരു ബുക്കിന്റെ എഡിറ്റിംഗ് അനുസരിച്ച്, അതായത് ഒരു നോൺ ഇതനുസരിച്ച് ഒരു പുസ്തകത്തിന് എഡിറ്റിങ്ങിന് പക്വത വരുന്നതിന്റെ 7-മത്തെയോ 8-മത്തെയോ എഡിഷനിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അത്രയും പതിപ്പുകൾ വേണം അത് പയ്യെ പയ്യെ അത് ശരിയായി വരാൻ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഭാഷ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ആൾക്കാർക്ക് പണ്ടത്തെ മലയാളം അറിയില്ല അല്ലെ? ഇന്നത്തെ ആൾക്കാർക്ക് ലാംഗ്വേജ് തന്നെ, ഭാഷാ പരിജ്ഞാനം തന്നെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അത്രയും നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പ്രഭുപാദ് പറയുന്ന ചില വിഷയങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അത് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് ബെറ്റർ ഇതാണ് പറയുന്നത്, പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. കറക്റ്റ്, നമ്മൾ ആ മലയാളം സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ ഒരു പരിധിയിൽ താഴെ സിംപ്ലിഫൈ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ പ്രഭുപാദിന്റെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പരമാവധി ചെയ്യുക. പക്ഷെ അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? പ്രഭുപാദിന്റെ പുസ്തകം തുടക്കക്കാർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനു മുൻപ് ഒരു പുസ്തകം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇത് വായിച്ചിട്ട് അത് വായിക്കുക എന്ന് പറയുക. അപ്പം അത് നമ്മൾ പ്രഭുപാദിന്റെ പുസ്തകത്തിലേക്ക് എങ്ങനെ പറയുക, ഒരു പ്രഭുപാദിന്റെ ഫസ്റ്റ് പുസ്തകത്തിൽ നഴ്സറി സ്കൂളിൽ പാടി. അങ്ങനെ ആയിരിക്കണം. അതെ അതെ. അല്ലാതെ ഇതാക്കരുത്. ഇതെന്റെ പേഴ്സണൽ തോട്ടാണ്. അതിന് പറ്റിയ ബുക്കാണ് രാധേശ്യാം പ്രഭുവിന്റെ. അതുപോലെ വേണ്ടി വരും നമുക്ക് ചിലപ്പോൾ ഗൈഡ് ബുക്സ് വേണ്ടി വരും. അത് പ്രഭുപാദിന്റെ ബുക്ക് കട്ടിയായത് കൊണ്ടല്ല, കലിയുഗത്തിലെ ജനങ്ങളുടെ ബുദ്ധി കുറയുന്നത് കൊണ്ട് നമുക്കത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കറക്റ്റാണ്. ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആക്കേണ്ടി വരും. ഇതൊക്കെ വേണം. ഒന്നുകൂടെ വായിച്ചാലോ അടുത്ത ശ്ലോകം? ഹരേ കൃഷ്ണ. അടുത്ത ആരെങ്കിലും വായിക്കാം? ഹരേ കൃഷ്ണ. ഞാൻ വായിക്കാം പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 43. കൃഷ്ണേരാവിയോഗേ യഥാ പ്രേമചേഷ്ടിത ആസ്വാദിയ പൂർണ്ണ കൈല ആപനി വാഞ്ചിത. വിവർത്തനം. ഭാവാർത്ഥം. ശ്രീരാ പ്രഭുപാദ് കി ജയ്. കൃഷ്ണനിൽ നിന്നുള്ള വിരഹവികാരത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു നിർവൃതികരമായ ഈ പ്രേമചേഷ്ടകൾ ആസ്വദിക്കുകയും അപ്രകാരം അവിടുന്ന് തന്റെ അഭിലാഷം പൂർത്തീകരിക്കുകയും ചെയ്തു. ഭാവാർത്ഥം. കൃഷ്ണനോട് രാധാറാണിക്ക് അനുഭവപ്പെട്ടിരുന്ന വികാരങ്ങൾ ആസ്വദിക്കാനാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചതെന്ന് ചൈതന്യ ചരിതാമൃതത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാധാറാണിക്ക് തന്നോടുണ്ടായിരുന്ന പ്രേമത്തിന്റെ ദിവ്യാനുഭൂതി മനസ്സിലാക്കാൻ കൃഷ്ണന് സ്വയം സാധിച്ചിരുന്നില്ല. അതിനാൽ രാധാറാണിയുടെ ഭാവം സ്വീകരിക്കാനും ആ വികാരങ്ങൾ ആസ്വദിക്കാനും അവിടുന്ന് കാക്ഷിച്ചു. ശ്രീ ചൈതന്യൻ രാധാറാണിയുടെ വികാരങ്ങളോടുകൂടിയ കൃഷ്ണനാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവിടുന്ന് രാധയുടെയും കൃഷ്ണന്റെയും ഒരു സംയോജനമാണ്. അതിനാൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണ നഹേ അന്യ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ മാത്രം ആരാധിക്കുന്നതിലൂടെ
ഒരുവിന് രാധയുടെയും കൃഷ്ണന്റെയും പ്രേമ വ്യവഹാരങ്ങൾ ഒരുമിച്ച് രുചിക്കാൻ കഴിയും. അതിനാൽ രാധയെയും കൃഷ്ണനെയും നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിലൂടെയും അവിടുത്തെ ഭക്തന്മാരിലൂടെയും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ശ്രീല നരോത്തമദാസ ഠാക്കൂർ പറയുന്നു, രൂപ രഘുനാഥ പദേ ഹൈബേ ആകുതി കപേ കാമ പുൽച്ചുവ സേ യുഗള പ്രീതി. രൂപ ഗോസ്വാമിക്കും സനാതന ഗോസ്വാമിക്കും രഘുനാഥ ഗോസ്വാമിക്കും മറ്റു ചൈതന്യ ഭക്തന്മാർക്കും സേവനമർപ്പിച്ച് അപ്രകാരം ശ്രീ രാധയുടെയും കൃഷ്ണന്റെയും ലീലകൾ മനസ്സിലാക്കാൻ അർഹത നേടുന്ന ഒരു മനോഭാവം എപ്പോഴാണ് എനിക്കുണ്ടാവുക? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അനന്ത ചൈതന്യ ലീല ക്ഷുദ്ര ജീവ കയ കെ വർണ്ണിതേ പാരേ താഹാ വിസ്താര കരിയ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ ലീലകൾ അനന്തമാണ്. ഒരു നിസാര ജീവന് ആ അതീന്ദ്രിയ ലീലകളെ കുറിച്ച് എത്രമാത്രം വിവരിക്കാൻ കഴിയും? ശ്ലോകം 45. സൂത്രകരി ഗണേ യതി ആപനെ അനന്ത സഹസ്രവദനെ തെൻഹോ നാഹി പായ അന്ത. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ ലീലകൾ അനന്തശേഷം തന്നെ സൂത്രങ്ങളാക്കിയിരുന്നെങ്കിൽ അവിടുന്ന് പോലും അവയുടെ സീമ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. ശ്ലോകം 46. ദാമോദര സ്വരൂപ ആര ഗുപ്ത മുരാരി മുഖ്യ ലീലാ സൂത്രേ ലിഖിയാച്ചേ വിചാരി. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ സ്വരൂപ ദാമോദരനെയും മുരാരി ഗുപ്തയെയും പോലുള്ള ഭക്തന്മാർ ഈ സുപ്രധാന ലീലകളെല്ലാം മതിയായ ആലോചനയ്ക്ക് ശേഷം കുറിപ്പുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്തി. ശ്ലോകം 47. തേ അനുസാരേ ലിഖി ലീലാസൂത്രഗണ വിസ്താരി വർണ്ണിയാച്ഛേന ദാസവൃന്ദാവന. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. സ്വരൂപ ദാമോദരനും മുരാരി ഗുപ്തയും സൂക്ഷിച്ച കുറിപ്പുകളാണ് ഈ ഗ്രന്ഥത്തിന് ആധാരം. അവരുടെ കുറിപ്പുകൾ പിന്തുടർന്ന് ഞാൻ അവിടുത്തെ ലീലകൾ എഴുതുന്നു. ആ കുറിപ്പുകളെ വൃന്ദാവനദാസ ഠാക്കൂർ വിപുലമായി വിശദീകരിച്ചിട്ടുണ്ട്. ശ്ലോകം 48. ചൈതന്യ ലീലാര വ്യാസദാസ വൃന്ദാവന മധുര കരിയ ലീല കരീല രചന. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി. ശ്രീ ചൈതന്യ ലീലകളുടെ ആധികാരിക രചയിതാവായ വൃന്ദാവന ദാസ ഠാക്കൂർ വേദവ്യാസനോളം തന്നെ ഉത്കൃഷ്ടനാണ്. അദ്ദേഹം മാധുര്യമേറിയേറി വരും വിധം ആ ലീലകളെ വിസ്തരിച്ച് വർണ്ണിച്ചിരിക്കുന്നു. ശ്ലോകം 49. ഗ്രന്ഥ വിസ്താര ഭയേ ഛാദില യേ സ്ഥാന സൈ സ്ഥാനേ കിച്ചു കരീബ വ്യാഖ്യാന. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. തന്റെ ഗ്രന്ഥം ഒരുപാട് വിസ്തരിച്ചു പോകുമല്ലോ എന്ന് ഭയന്ന് അദ്ദേഹം ചില കാര്യങ്ങൾ വിശദമായ വിവരണമില്ലാതെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവ മാത്രം കഴിയുന്നത്ര നിറയ്ക്കാൻ ഞാൻ ശ്രമിക്കാം. ശ്ലോകം 50. പ്രഭുര ലീലാമൃത തേൻഹോ കൈല ആസ്വാദന താൻര ഭുക്തശേഷ കിച്ചു കരിയേ ചർവണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാപ്രഭുവിന്റെ അതീന്ദ്രിയ ലീലകളെ വാസ്തവത്തിൽ വൃന്ദാവനദാസ ഠാക്കൂർ ഏറെ ആസ്വദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസാദോച്ഛിഷ്ടം ചർവണം ചെയ്യാൻ ശ്രമിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ശ്ലോകം 51. ആദി ലീലാസൂത്ര ലിഖീശൂന ഭക്ത എന്ന സംക്ഷേപ ലിഖിയേ സമ്യക് യായ ലിഖിന. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ പ്രിയ ഭക്തന്മാരെ, ആദ്യ ലീലയുടെ ഒരു സംഗ്രഹം ഞാനിപ്പോൾ എഴുതാൻ തുടങ്ങട്ടെ. ഈ ലീലകൾ ചുരുക്കിയാണ് ഞാൻ എഴുതുന്നത്. എന്തുകൊണ്ടെന്നാൽ അവ സമ്പൂർണമായി വർണ്ണിക്കുവാനുള്ള കഴിവ് എനിക്കില്ല. ശ്ലോകം 52. കോനാവാഞ്ച പൂരണ ലാഖി വൃജേന്ദ്ര കുമാര അവതാര ഹൈതേ മനെ കരീല വിചാര. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. തന്റെ ഉൾക്കാമ്പിലുണ്ടായിരുന്ന ഒരാഗ്രഹം സഫലീകരിക്കാനായി വൃജേന്ദ്രകുമാരനായ കൃഷ്ണഭഗവാൻ വേണ്ടത്ര ആലോചിച്ച ശേഷം ഭൂമിയിൽ അവതരിക്കാൻ നിശ്ചയിച്ചു. ശ്ലോകം 53. ആകെ അവതാരീല യേ ഗുരു പരിവാര സംക്ഷേപ കഹിയെ കഹാന യായ വിസ്താര. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. എന്നിട്ട് കുടുംബത്തിലെ മുതിർന്നവരെ ആദ്യം ഭൂമിയിൽ അവതരിക്കാനുള്ള ഏർപ്പാടുകൾ കൃഷ്ണൻ ചെയ്തു. അവരെയൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കാൻ എനിക്ക് കഴിവില്ലാത്തതിനാൽ ചുരുക്കി പറയാം. ശ്ലോകം 54. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
53 വരെ വായിക്കാൻ പ്രഭു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതെ. ആ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, പ്രഭു ബിസി ആയി. അപ്പൊ പ്രഭു നാളെ തുടരാമെന്നാ പറയും. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ മറ്റാരെങ്കിലും കൃഷ്ണ. വായിക്കുകയാണോ? ഇല്ല, നമ്മള് ഇനി നാളെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഹരേ പ്രഭു കൃഷ്ണ. ലെഫ്റ്റ് ആയി. പ്രഭു പറഞ്ഞു ഇന്ന് 3:30 വരെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പ്രഭു ലെഫ്റ്റ് ആയി. നമുക്ക് ഇന്നത്തെ ഇവിടെ നിർത്താം. ബാക്കി നാളെ നമുക്ക് തുടരാം. ഇതിന്റെ എക്സ്പ്ലനേഷനും ബാക്കിയും നാളെ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ ഹരി പ്രഭു പ്രണാമം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യോ കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ की जय. श्रील प्रभुपाद की जय. गुरुदेव की जय. पिताय गौर प्रेमानंद हरि हरि. ഹരി हरे ഹരി ബോൾ. कृष्ण. Thank you. ഹരി ബോൾ. Krishna. ഹരി Thank you. Thank you.